എന്തുവാടാ ഇത്? അയ്യോ അവൻ ഇങ്ങനെ ആക്കി കേട്ടാ, ഇങ്ങനെ ആക്കി. അവന് പോലും ഇഷ്ടപ്പെട്ടില്ല. അയ്യോ, മൂക്കുകൊണ്ട്. ഞാൻ മണം കൊണ്ട് നിന്റെ മുഖത്ത്. നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു പുതിയ പഴം പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ അത് എൻ്റെ പറമ്പിൽ പിടിച്ച പഴമല്ല, എനിക്ക് എൻ്റെ അടുത്തൊരു സുഹൃത്ത് തന്നൊരു പഴമാണ്. അപ്പോൾ അത് ഞാൻ ആ പഴവൃക്ഷം ഞാൻ നട്ടിട്ടില്ല. നടാഞ്ഞതിന് ചില കാരണങ്ങളുണ്ട്, അത് പറയാം. അപ്പം ഇത് പറയുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണ്ടേ? അതല്ലേ നല്ലത്. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു പഴച്ചെടി അന്വേഷിച്ച് ഒരു നഴ്സറിയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം നഴ്സറിക്കാരുടെ ആ പറയുന്ന കേട്ടിട്ടില്ലേ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള് മുതൽ ക്യാൻസർ വരെയുള്ള എല്ലാ അസുഖങ്ങൾക്കുള്ള പഴങ്ങളും നഴ്സറികളിൽ ലഭ്യമാണ്. അതായത് അവരുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആശുപത്രി പോകേണ്ട കാര്യമില്ല. അത്രയേറെ അങ്ങനെയുള്ള പഴങ്ങളെല്ലാം നമുക്ക് ഈ നഴ്സറികളിൽ ലഭ്യമാണ്. പക്ഷെ ഇത് കൊണ്ടുവന്നിട്ട് നമ്മൾ നട്ട് വളരെ കാലം നോക്കി നന്നായിട്ട് വളവും വെള്ളമൊക്കെ കൊടുത്ത് കായ്പ്പിച്ചെടുക്കുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത് ഇതിൽ വായി വെച്ച് തിന്നാൻ കൊള്ളുന്ന പഴങ്ങളായിരിക്കത്തില്ല. അപ്പം അതിൽ പലതും. അപ്പോൾ അത് നഴ്സറിക്കാരുടെ ഒരു എന്താ പറയുന്ന ഒരു ബിസിനസ് മെൻറ്റാലിറ്റിയാണ്. അപ്പോൾ ഇത് അങ്ങനെയുള്ളൊരു പഴമല്ല, തിന്നാൻ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അതിന് മറ്റു ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഒക്കെ അറിയാം. നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലായി വരുന്നൊരു പഴമാണ്. പക്ഷെ അതൊരു രാജ്യത്തിൻ്റെ ദേശീയ പഴമാണ്. അപ്പം ഞാൻ ആലോചിക്കുന്ന ഇവർ എങ്ങനെ ഇതിനെ ദേശീയ പഴമാക്കിയല്ല. ഇപ്പം അപ്പം നമ്മുടെ നാട്ടിൽ പറഞ്ഞില്ലേ, നമ്മൾ കഴിക്കുന്ന പഴം ചക്ക, മാങ്ങ, പൈനാപ്പിള്, എന്തോ മണമാണ് അല്ലേ? അപ്പൊ അതിൽ അപ്പം അങ്ങനെയുള്ളൊരു പഴമാണ് ഇപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതിവിടെ വെച്ചിട്ടുണ്ട്. ഞാനത് ഈ ടേപ്പൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അതിന്റെ അത്രയേറെ ഗംഭീരമായ മണമാണ് കേട്ടാ. അപ്പൊ ഇത് നമുക്കൊന്ന് പൊട്ടിക്കാം. എന്താ ഇത് ഞാൻ ഇതിന്റെ ഗംഭീര മണം കാരണം തേപ്പൊട്ടിച്ചിരിക്കുകയാണ്. അതല്ല, അത് ഈ ഐസിന്റെ. ഇതാണ് സാധനം. ഇതാണ് സാധനം. മണക്കണ്ട, അടുത്തോടെ അല്ലണ്ട. എന്തൊരു സ്മെല്ലടാ. ഉള്ളിയോ എന്ത് സ്മെല്ലാണെന്നാ ചീഞ്ഞ ഉള്ളിയൊക്കെ ചീഞ്ഞ ഒരു മണം ഉണ്ടല്ലോ. ഉള്ളി ചീഞ്ഞ പിന്നെ ഗ്യാസൊക്കെ തുറന്നു വിടുമ്പം ഒക്കെ ഒരു മണം വരൂലേ? എന്നാ പറഞ്ഞ എന്തോ ഒരു മണം, എല്ലാത്തിനും സഹിക്കാൻ പറ്റാത്ത ടേസ്റ്റുള്ള പഴമാണ് ലിയോ. അപ്പൊ ഇനി അവര് എന്തോ മണമെന്ന് നോക്കാം. ലിയോ ഈ പഴം ഒന്ന് മണപ്പിച്ച് നോക്കിയാക്കളെ. എന്തോ ഈ മണമെന്ന് നോക്കിയേ. നല്ലോണം നോക്കിയേ ലിയോ കുട്ട. ലിയോ കുട്ട എന്തോ നോക്കുന്നു. ഛർദിക്കാൻ വരുന്ന അവൻ ഇങ്ങനെ ആക്കി കേട്ടാ, ഇങ്ങനെ ആക്കി. അവന് പോലും ഇഷ്ടപ്പെട്ടില്ല. അയ്യോ, മൂക്കുകൊണ്ട്. മണം കൊണ്ട് നിന്റെ മുഖത്ത് എന്താ നൈറ്റ് കൊടുത്തേക്കുന്നു മണം? ലേക്ക് മണപ്പിക്കില്ലേ? ഇത് ഒന്നുകൂടെ മണപ്പിക്കുന്നോ? ഒന്നുകൂടെ മണപ്പിച്ചോട്. നല്ല മണമാണെന്ന് പറയണേ. ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നത്.
അവൾ വരില്ല. സാധാരണ നീനെ കാണിച്ച പോലെ ഇരുന്നല്ലേ ഇതൊന്ന് മണപ്പിച്ചേ. ഓ മണമുണ്ടോ? എന്താടി ഇത് ചിരിക്കുന്നതാണ്. പക്ഷെ ലിയോയ്ക്ക് ഒരു വിധത്തിൽ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അവൻ മുഖം കൊണ്ടൊന്നും അറിയില്ല. അപ്പൊ നമുക്ക് ഈ സാധനം ഒന്ന് മുറിച്ചും കൂടെ നോക്കാം. എങ്ങനെ ഉണ്ടെന്നേ? ഇത് ഗുണമുള്ള പഴമെന്നാ പറയുന്നത്. നമുക്ക് തിന്നാലും കാണാം. അതൊന്നും ഇല്ല. ഒരു ചുളയുണ്ട്. ചുളയൊന്നും ഒന്നുമില്ലല്ലേ, ചെറുതായതുകൊണ്ടായിരിക്കും. മക്കൾ മാറിയിരിക്കും. ഇവിടെ കാണുമായിരിക്കും. മക്കൾ മാറിയിരിക്കണേ. സാധാരണ ഇതിലേക്ക് പിടിക്കാൻ വരുന്നതാ. ആ ഉണ്ടടേ ഒരു പഴം. പ്ലേറ്റ് എടുത്തേ. എളുപ്പമൊക്കെ എടുക്കാം. പക്ഷെ മുള്ളു ഭയങ്കര. നിങ്ങൾക്ക് തരാം. ഇഷ്ടപ്പെട്ടോ? ലേക്കൊക്കെ ഇഷ്ടപ്പെടുന്നു ഈ മണം. ചിലർക്കൊക്കെ ഇഷ്ടപ്പെടും. ചിലർക്ക് ഇതിന്റെ മണം ഇഷ്ടമാവും. മണമല്ലേ പഴം ഇഷ്ടമാവും. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയല്ല. ഇത് പുളിക്കാൻ എളുപ്പമാണ് കേട്ടോ. നമ്മൾ മുറിച്ചതിൽ പെശക് പറ്റിയതാണ്. ഇങ്ങനെ ഒരു ചക്കയിലും 4 ചുളയാ ഉള്ളത്. 4 പഴമുണ്ട്. നല്ല സൂപ്പറാണ്. അല്ല ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ടേസ്റ്റ് ചെയ്യുന്ന ആദ്യം നീയാ. ഇല്ല അത് കുഴപ്പമില്ല. അപ്പൊ ഒരു പഴം എടുത്ത് കഴിച്ചു നോക്ക്. എന്തോ അറിയില്ല. കുഴപ്പമില്ല. പക്ഷെ ഈ ഒരു സ്മെല്ല് അതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഒരു ഉള്ളിയുടെ ഒക്കെ പോലെ പിന്നെ കൊള്ളാം കേട്ടാ. മധുരമുണ്ട്. പക്ഷെ ഒരു ഉള്ളിയുടെ ടേസ്റ്റ് വരുന്നുണ്ട്. ഉള്ളിയുടെ എന്താണോ അങ്ങനെ ചീഞ്ഞ ഉള്ളിയുടെ പോലെ, ചീഞ്ഞ ഉള്ളിയുടെ മണം വരത്തില്ലേ, അത് വരുന്നുണ്ട്. ഇത് നോക്കിയേ, മധുരമുണ്ട്. പക്ഷെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലേ ടേസ്റ്റ് അല്ലേ? ഉള്ളിയുടെ മധുരമുണ്ട്. പക്ഷെ ഉള്ളിയുടെ ചീഞ്ഞ ഉള്ളി മധുരമുള്ള ചീഞ്ഞ ഉള്ളി പഞ്ചസാരയിട്ട് അതേ ടേസ്റ്റ്. പക്ഷെ ചിലർക്ക് ഇഷ്ടമായിരിക്കും മധുരം. ഈ ടേസ്റ്റ് മധുരം കൊള്ളാം. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഉള്ളിയുടെ ചുവ വരുന്നു. ഉള്ളിയുടെ ചുവ ഇല്ലാതെങ്കിൽ സൂപ്പറായിരുന്നു കേട്ടോ. ഉള്ളിയുടെ മധുരം ഇല്ലായിരുന്നു. ആ ഉള്ളിയുടെ ഒരു മണം ഇല്ലായിരുന്നെങ്കിലേ നല്ല രസമായിരുന്നു കേട്ടാ. നല്ല മധുരമുണ്ട്. പക്ഷേ ഉള്ളിയുടെ ചുവ, ഉള്ളിയുടെ തിന്നു നോക്കടി. സൂപ്പറാടി. തിന്നടി. അവക്ക് ഇഷ്ടപ്പെട്ടു. അവക്ക് ഇഷ്ടപ്പെട്ടു. അവക്ക് ഇഷ്ടമായി കേട്ടോ. ഇവർക്ക് കൊടുക്കാൻ ഉള്ളിയുടെ ചവയാ. എന്നാലും മധുരം കൊണ്ടിങ്ങനെ തിന്നാന്ന് അവനെ മണപ്പിച്ച് നോക്കുന്നുണ്ടാ. അവനാണ് അതിന്റെ യഥാർത്ഥ ടേസ്റ്റ്. കൊള്ളാം അവനെ. ഇല്ല നമ്മളല്ലേ മധുരം ഉണ്ട് ഇതിന്. പക്ഷെ ആ ഉള്ളിയുടെ ഒരു മണം ഉള്ളത് കൊണ്ടേ നമുക്കൊരു ഇത് തോന്നും. പക്ഷെ പുറമെ ഇതെടുക്കുമ്പോ ഭയങ്കര സ്മെല്ലാണെങ്കിലും പഴത്തിന് ഒരു രുചിയുണ്ട്. അപ്പൊ അതാണ് ഒരു വിത്തുണ്ട് അതില്. ഒരു വലിയ വിത്താണ്. അപ്പം പിന്നെ നീ ക്യാമറമാൻ ഒരെണ്ണം കൊടുക്ക്. നീ ക്യാമറ മേടിച്ചോ.
എന്നാ ഒരു പഴം എടുത്തു നോക്കിയാൽ. നല്ല മധുരം. ആ ഉള്ളിയുടെ ചുവയില്ലാത്ത സൂപ്പർ സാധനമായിരുന്നു ഇനി. ഇച്ചിരി ചെയ്ത് നോക്കടാ. ആ ഉള്ളിയുടെ ചുവ ഇതാ ഇഷ്ടപ്പെട്ടടാ? ഇഷ്ടപ്പെട്ടില്ലേ? ആ ഒരു ഉള്ളിയുടെ മധുരം, ഉള്ളിയുടെ ഇതുള്ളതുകൊണ്ടല്ലേ നല്ല മധുരം ഇല്ലേ? കൊള്ളത്തിൽ പറഞ്ഞാൽ ഇതാ ഈ ഉള്ളിയുടെ ഒരു ചുവയുള്ളത് കൊണ്ടേ, ഉള്ളിയുടെ ചുവയുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല, പക്ഷെ ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഇത് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല. ഉള്ളി ഇഷ്ടപ്പെടുന്നവർക്ക്, ഉള്ളിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്, ഉള്ളി ഇഷ്ടപ്പെടുന്നവര് മരുന്നടിക്കുന്നവരാ ഉള്ളി ഇഷ്ടപ്പെടുന്നത്. അതൊന്നും എനിക്കറിയണ്ട. പക്ഷെ ഉള്ളി ചീഞ്ഞ് ആ ഉള്ളിയുടെ സ്മെല്ല് ഭയങ്കരം. ആ ഒരു ഇതുകൊണ്ടാ അത് ഇഷ്ടമല്ലാത്തത്. നിനക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഒരുപാട് തിന്നത്തില്ല. ഇച്ചിരിയൊക്കെ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ട ആളങ്ങ് നിന്നാ മതി. എനിക്ക് ഇഷ്ടപ്പെട്ടു, അപ്പൊ എനിക്ക് മണം എനിക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ല. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു തൈ വാങ്ങി വെക്കുന്ന ഗ്രാഫ്റ്റഡ് തൈ. പക്ഷെ ഇവിടെ വീണ് കിടന്നാലും നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. വീണ് കിടന്നാ പിന്നെ സ്മെല്ലെന്ന് പറഞ്ഞാൽ നല്ല ഗംഭീര സ്മെല്ല. പരിസരത്തെ ആളിനെ എടുക്കാൻ പറ്റത്തില്ല, ഭയങ്കര സ്മെല്ല. അല്ലെ പിന്നെ അത് അത്രയും വിൽപ്പനയൊക്കെ ഉള്ള ഒരു ചക്ക പോലും ഇവിടെ വീഴാതെ അല്ല നമ്മൾ തിന്ന് തീർക്കത്തുമില്ല. ഇഷ്ടംപോലെ പിടിക്കുകയും ചെയ്യും, ഇഷ്ടംപോലെ പിടിക്കും. അപ്പൊ ഇതാണ് സാധനം. പിന്നെ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല, ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. ഒത്തിരി പേര് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേര് ടേസ്റ്റ് നോക്കുന്നത് നല്ലതാന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് അങ്ങോട്ട് ശരിയായില്ല. എല്ലാവർക്കും പിടിക്കത്തില്ല. ആ ഒരു സ്മെല്ല് ഭയങ്കര വാട. അതാണ് ഇപ്പൊ ദുരിയാൻ. ഇതാണ് ദുരിയാൻ പഴം. പേര് പറഞ്ഞതില് പറഞ്ഞു പേരൊക്കെ പറഞ്ഞായിരുന്നു. ദുരിയാൻ പഴമാണ് ഇത്. ദുരിയാൻ പഴം ഇത് എവിടുത്തെ? മലേഷ്യ, ഇന്തോനേഷ്യയുടെ ദേശീയ പഴമാണ്. അവരെങ്ങനെ സഹിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മലയാളികള് ഓരോരുത്തരും അവിടെയൊക്കെ പോയിട്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ തന്നെ ചക്ക വീണ് ചീഞ്ഞു കഴിഞ്ഞാൽ അതിന് വല്ലാത്ത സ്മെല്ലല്ലേ, ദുർഗന്ധമല്ലേ? ഇത് പഴുക്കുമ്പോഴേ ദുർഗന്ധമാ. ഇത് പഴുത്ത് തുടങ്ങിയാ ദുർഗന്ധമാ. ഇവിടെ കൊണ്ട് വെച്ചപ്പോ മുതലേ ദുർഗന്ധം. ഇത് എടുക്കുമ്പോഴേ എല്ലാം അങ്ങനെയാണ്. അപ്പം ഒരു കാര്യം ചെയ്യും, സാവകാശം ഇരുന്ന് കഴിച്ചു തീർക്കുക. ആകെ 3 മതി, അത്രേ. ഞാൻ കഴിച്ചോളാം. കഴിച്ചില്ല. ഓക്കെ. അപ്പം എനിക്ക് താല്പര്യമില്ല. കൊള്ളാം. നിനക്കും വേണ്ടല്ലേ? അപ്പം ഇതാണ് സ്മെല്ലൊന്നും അല്ല, പക്ഷെ ഉള്ളിയുടെ ചീഞ്ഞ ഉള്ളിയുടെ മണം. ചീഞ്ഞ ഉള്ളിയുടെ സ്മെല്ല. പക്ഷെ അത് മൊത്തത്തിൽ ഇങ്ങനെ എന്തോന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു ഗ്യാസ് എങ്ങാനും പിന്നെ തുറന്നു വെച്ചേക്കുന്നു ഞാൻ ആദ്യം വിചാരിച്ചു. ഇത് അവിടെ കൊണ്ട് വെച്ചപ്പോഴേ ഞാൻ ചെന്ന് ആദ്യം ഗ്യാസാ തുറന്നു നോക്കി. ഇനി അതിന്റെ സ്മെല്ലാ, പിന്നെ ഇതാന്ന് ഓർത്തത്. അപ്പം പിന്നെ ഇതാണ് സ്ഥിതി. ആവശ്യമുള്ളവരൊരു തൈ മേടിച്ച് വയ്ക്കുക. മേടിക്കുമ്പോൾ ഗ്രാഫ്റ്റ് തൈ അങ്ങനെ മേടിച്ച് വയ്ക്കുക. അല്ലാതെ ഈ സീഡ് തൈ ആണെങ്കിൽ കായ്ക്കാൻ ഒരുപാട് താമസം വരും. പിന്നെ ഇതാണ് സ്ഥിതി. അതായത് ഒരു ചക്ക മേടിച്ച് തിന്ന് നോക്കിയിട്ട് ഒരു ചക്ക വാങ്ങി കഴിച്ചു നോക്കുക. ഇതിവിടെ ഉണ്ട്, നമ്മുടെ അടുത്തുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ അവരെ വിളിച്ചു തരാം. ഒരു ചക്ക വാങ്ങി കഴിച്ചു നോക്കുക. കഴിച്ചിട്ട് നല്ലതാണെന്നൊക്കെ തോന്നുന്നെങ്കിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ വെച്ച് പിടിപ്പിക്കുക. പക്ഷെ ശരിക്കും പിടിക്കുന്നുണ്ട്, ശരിക്കും പിടിക്കും. 4 ചോളേ കാണത്തുള്ളൂ ഒരു ചക്ക. ഒരു ചക്ക 4 ചോള അത്രേ ഉള്ളു. അല്ലാതെ സാധാരണ അവന് ഇഷ്ടപ്പെടുന്ന പഴങ്ങള് വന്ന് ചോദിച്ച് മേടിക്കുന്നതാണ്. ഇത് അവന് സ്മെല്ല് കെട്ടിയപ്പോഴേ അവന്റെ കൺട്രോള് പോയി. ദുർഗന്ധമാ, മുറിയില് വെച്ചേക്കാൻ പറ്റില്ല. അപ്പൊ എന്നാലും സ്മെല്ലുണ്ട്, വെളിയിൽ നിന്നിട്ട് സ്മെല്ലുണ്ട്. ഒരു വല്ലാത്ത ചീഞ്ഞ സ്മെല്ലുണ്ട്. അതുകൊണ്ട് ഈ തോട് വിട്ടിരിക്കുന്നോണ്ടായിരിക്കും. അപ്പൊ ശരി, പിന്നെ നമുക്ക് ഇനി പുതിയൊരു പഴമായിട്ട് മറ്റൊരു വീഡിയോയില്